യേശുവിനരികെ വാ, യേശുവിൻ ചാരെ വാ. ഒരു കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു വഴക്കിന് യേശു ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. യേശു സ്നേഹിച്ചിരുന്ന ബഥനിയയിലെ മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് രണ്ട് സഹോദരിമാർ യേശുവിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ രണ്ട് രീതിയിൽ പ്രവർത്തിച്ചു. മാർത്ത അടുക്കളയിൽ ചെന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലാണ്. അതിന് സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, യേശു എവിടെ പോയാലും കൂടെ 12 ശിഷ്യന്മാരും കാണുമല്ലോ. അപ്പോൾ ഒറ്റയ്ക്കല്ലായിരിക്കും എന്തായാലും യേശു ചെന്നത്. അപ്പോൾ വലിയൊരു ക്രൗഡ് എന്തായാലും ആ വീട്ടിനകത്തായി. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും പേർക്കും ഭക്ഷണം കൊടുക്കണം. അങ്ങനെ വളരെ ടെൻഷൻ കൊണ്ട് മാർത്ത ഓടി നടന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ സമയത്ത് മറിയം യേശുവിൻ്റെ കാൽക്കലിൻ്റെ അടുത്ത് വചനം കേട്ടുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള മാർത്തയുടെ ഒരു പരാതി. അതിലെന്താ തെറ്റുള്ളത്? കാരണം ഒറ്റയ്ക്കൊരാൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ മറ്റേയാൾ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കേൾക്കുമ്പോൾ അവളൊരു പരാതി യേശുവിനോട് തന്നെ പറഞ്ഞു. കർത്താവെ, ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? വളരെ റെലവൻ്റായിട്ടൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് അതിൽ തന്നെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാര്യം, ഒത്തിരി കാര്യങ്ങൾ മാർത്ത ചെയ്യുന്നുണ്ട്, സാഹചര്യം അറിഞ്ഞ് ഓടി നടക്കുന്നുണ്ട്. അത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നത്, നമ്മൾ എന്തു തന്നെ ചെയ്താലും ഈ ചെയ്യുന്ന കാര്യം യേശുവുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. അതാണ് മാർത്തയ്ക്ക് പറ്റിയ തെറ്റ്. മറിയത്തിന് കിട്ടിയൊരു അഡ്വാൻറ്റേജും അതായിരുന്നു. അവൾ ചെയ്യുന്ന കാര്യം യേശുവുമായിട്ട് കണക്ട് ചെയ്തു. പ്രിയമുള്ളവരെയും, നമ്മളൊക്കെ വ്യത്യസ്തമായ മിനിസ്ട്രി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. കുടുംബജീവിതം ജീവിക്കുന്നവരുണ്ടാകാം, ഇടവകയിൽ വികാരിയച്ഛന്മാരുണ്ടാകാം, സന്യസ്തരുണ്ടാകാം, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഓടി നടക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ഒന്ന് കിടക്കാൻ പോകുമ്പോൾ ഓർക്കാനുള്ളത് ഓടി നടന്നതിൻ്റെ കഥകളാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തു തീർത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഒന്ന് ഓർക്കണം, ഈ ചെയ്തു തീർത്ത കാര്യങ്ങളിലൊക്കെ യേശു കണക്റ്റഡ് ആയിരുന്നോ? ഈ ഒരു ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാകുന്നത്. യേശു കണക്റ്റഡ് അല്ലാത്ത എന്തു തന്നെ കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നിനും യേശുവിന് മുമ്പിൽ പരിഗണന ലഭിക്കില്ല എന്ന് ഇന്നത്തെ മാർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിതം വെളിപ്പെടുത്തും. സാഹചര്യവും സന്ദർഭവും കണ്ട് ഓടി നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ യേശുവുമായി കണക്റ്റഡ് ആണോ? ആ ചോദ്യമാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അതല്ല എന്ന് തെളിയിക്കാൻ ക്രിസ്തു പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, മാർത്ത മാർത്ത. എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം മാർത്തയുടെ പേര് ആവർത്തിച്ചത്? ചിലയിടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, 2 പ്രാവശ്യം പേരുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഷിമിയോനെ ഷിമിയോനെ. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ 2 പ്രാവശ്യം വിളിച്ചത്? ഇത് കാര്യം കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ വാക്കായി കാണരുത്. എവിടേക്കാണോ യേശു 2 പ്രാവശ്യം വാക്കുകൾ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്, അത് ഇനി പറയാൻ പോകുന്ന കാര്യത്തെ കുറച്ചും കൂടി ഗൗരവമുണ്ടെന്ന് തോന്നിപ്പിക്കാനാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, മാർത്ത മാർത്ത, ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതിൻ്റെ അർത്ഥം മറ്റൊന്നുകൂടിയാണ്, ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. നീ എന്ത് തന്നെ ചെയ്താലും ഈ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കുക, അതാണ് ശിഷ്യത്വം. അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയില്ല. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അവിടെയാണ്. അവൾ അടുത്താണ്, പക്ഷേ മറിയം ദൂരെയാണ്. ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുമ്പോഴും നീ എവിടെയാണ്? ക്രിസ്തുവിൻ്റെ അടുത്താണോ അകലെയാണോ? ഈ ചോദ്യത്തിനാണ് നമ്മളെല്ലാവരും ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനർത്ഥം മാർത്ത മോശക്കാരി എന്നല്ല. ഇത് നമ്മുടെ ജീവിതത്തിലൊരു സാധ്യതയാണ്. ഒരേ സമയത്ത് മാർത്തയുടെ ജീവിതവും ഒരേ സമയത്ത് മറിയത്തിൻ്റെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ടാകണം. ഒരേ സമയത്ത് പ്രവർത്തന നിരതമാകുന്നൊരു ജീവിതവും ഒരേ സമയത്ത് ആത്മീയ ജീവിതവും ഉണ്ടാകണം. എന്നാൽ ഈ 2 ജീവിതവും ക്രിസ്തുവുമായി കണക്റ്റഡ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവുമായി കണക്റ്റഡ് അല്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, യേശുവിനരികെ വാ,
യേശുവിൻ ചാരെ വാ, യേശുവിനരികെ വാ, യേശുവിൻ ചാരെ വാ. നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, നീറുന്ന നൊമ്പരം മാറ്റി നിൻ വേദനയെല്ലാം നീക്കിടും. നീറുന്ന നൊമ്പരം മാറ്റി നിൻ വേദനയെല്ലാം നീക്കിടും. വഴിയും സത്യവും ജീവനും ആശ്രയിപ്പാനും യേശു മാത്രമേ. വഴിയും സത്യവും ജീവനും ആശ്രയിപ്പാനും യേശു മാത്രമേ. നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, യേശുവിൻ